യേശുദാസ് സാറാണെങ്കിലും ഭാവഗായകൻ നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട ജയേട്ടൻ അതിമനോഹരങ്ങളായ നിരവധി ഗാനങ്ങൾ ബാബുക്കയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ജയേട്ടൻ്റെ ഓർമ്മയിൽ ബാബുക്കയുടെ ഒരു സുന്ദര ഗാനം, ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലെ ഗാനം, അനുരാഗ ഗാനം പോലെ പാടുന്നത് ബാബുക്കയുടെ നാട്ടുകാരൻ നമ്മുടെ സ്വന്തം KK നിഷാദ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അത് കേട്ടപ്പോൾ തന്നെ നമ്മളെ കോഴിക്കോട്ടുകാരനാണെന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സ് അറിഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു ടെൻഷനുണ്ട്. കാരണം കോഴിക്കോട്ടുകാരനായ ഞാൻ ബാബുക്കയുടെ പാട്ട് പാടുമ്പോൾ സ്നേഹം നിറഞ്ഞാണ് പാടുക. പക്ഷേ അത് കേട്ട് 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 അതിങ്ങനെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ ആളുകളാണ് മുന്നിലൊക്കെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു എന്താ പറയുക, ഒരു ചെറിയ ഭയം ഉള്ളിലുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി പാടിയത്, അതായത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് ആദ്യമായിട്ട് വേദി കയറുന്നത്. അന്ന് ഞാൻ പാടിയ പാട്ട് അറിഞ്ഞോ അറിയാതെയോ ബാബുക്കയുടെ പാട്ടായിരുന്നു. കൂട്ടിനീളങ്കിളി കുഞ്ഞാറ്റക്കിളി കൂടും വെടിഞ്ഞിട്ട് പോവല്ലേ, ഈ പാട്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. അതിലൂടെ എൻ്റെ സംഗീതയാത്ര തുടങ്ങി. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന ബലം എന്ന് പറയുന്നത് ബാബുക്കയുടെ മ്യൂസിക് തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ആദ്യത്തെ പാട്ടിലേക്ക് അധികം സംസാരിക്കുന്നില്ല. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരുമേ ദേവതേ, അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരുമേ ദേവതേ. മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ, മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ, മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന, മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതകമാണിക്യ മണിയാണോ, അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരുമേ ദേവതേ. പൂമണിമാരൻ്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ, പൂമണിമാരൻ്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ, കനിവോലുമീശ്വരൻ അഴകിൻ്റെ പാലാഴി, കനിവോലുമീശ്വരൻ അഴകിൻ്റെ പാലാഴി കടഞ്ഞെടുത്ത അമൃതാണോ, അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരുമേ ദേവതേ, അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരുമേ
ദേവതേ